CPM നേതാവ് പി ജയരാജന്റെ IAS പ്രസ്താവനയുടെ പശ്ചാത്തലം പരിശോധിക്കണമെന്ന് NK പ്രേമചന്ദ്രൻ MP. മതധ്രുവീകരണത്തിനാണ് CPMന്റെ ശ്രമം. ഭരണത്തിലിരിക്കുന്ന CPMന് എന്തുകൊണ്ട് റിക്രൂട്ട്മെന്റ് തടയാൻ കഴിയുന്നില്ല എന്നും അദ്ദേഹം ചോദിച്ചു. പി ജയരാജനെ പോലെയുള്ള CPMന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു നേതാവ് കേരളത്തിൽ നിന്ന് IASന്റെ റിക്രൂട്ട്മെന്റ് നടത്തിയിട്ടുണ്ട് എന്നൊരു പ്രതികരണം പ്രസ്താവന ഇപ്പോൾ നടത്തിയതിന്റെ പശ്ചാത്തലം എന്ത് എന്ന് വിശദീകരിക്കാൻ ബാധ്യത CPMനുണ്ട്. അപ്പോൾ വർഗീയമായ ധ്രുവീകരണം കേരളത്തിൽ വളർത്തിക്കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ അതിനെ വിലയിരുത്താൻ കഴിയൂ. അങ്ങനെ IAS റിക്രൂട്ട്മെന്റ് കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ 9 വർഷക്കാലമായി അല്ലെങ്കിൽ 8.25 വർഷക്കാലമായി കേരളം ഭരിക്കുന്നത് CPMന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ്. മുഖ്യമന്ത്രിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇത് കണ്ടെത്തി ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞില്ല എന്നുള്ളതും ഒരു പ്രസക്തമായിട്ടുള്ള പ്രശ്നമല്ലേ? ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നത് ഇന്ത്യയിൽ നടക്കില്ല എന്ന് മുസ്ലിം ലീഗ് ലോ കമ്മീഷന് മുന്നിലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലും നിലപാട് പറഞ്ഞതാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. രാംനാഥ് കോവിന്ദ് കമ്മിറ്റി തട്ടിക്കൂട്ട് സംവിധാനമാണെന്നും അദ്ദേഹം ആരോപിച്ചു.